ഇന്നിപ്പോൾ അധികം എഫേർട്ടൊന്നും ഇല്ലാതെ എയർ ഫ്രയറിൽ നിലക്കടലയും ഫ്രഞ്ച് ഫ്രൈസും എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. ഇതിപ്പോൾ ഫിലിപ്സിൻ്റെ എയർ ഫ്രയറാണ്. കുറച്ച് കാലമായിട്ട് ഇവിടെ ഇത് തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് നിലക്കടലയും ഫ്രഞ്ച് ഫ്രൈസും ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയാം, എയർ ഫ്രയറിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് ടേസ്റ്റ് ഇല്ലയെന്ന് ആരും വിചാരിക്കേണ്ട. ഫ്രഞ്ച് ഫ്രൈസിനായാലും നിലക്കടലയ്ക്കായാലും അടിപൊളി ടേസ്റ്റാണ്. ഇതിപ്പോൾ ഒരു 500 ഗ്രാം നിലക്കടലയുണ്ട്. ഇത് ഞാൻ ഒന്ന് കഴുകി വെള്ളം ഊറ്റി വെച്ചതാണേ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഇത് ഓൾറെഡി കഴുകിയതുകൊണ്ട് ഇനി ഉപ്പ് പെരക്കാൻ ഇതിലേക്ക് ഇനി പ്രത്യേകിച്ച് വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ഉപ്പ് എല്ലായിടത്തിലും പിടിക്കുന്ന പോലെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊരു 10-20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇവിടെ എപ്പോഴും നിലക്കടല ഉണ്ടാക്കുമ്പോൾ അതൊന്ന് കഴുകി ഊറ്റിയ ശേഷം ഉണ്ടാക്കൽ. നമ്മൾ ചീനച്ചട്ടിയിലിട്ട് വറക്കുമ്പോഴും ഇങ്ങനെ തന്നെ ചെയ്യൽ. നല്ലപോലെ കടല റെഡിയായി കിട്ടലുണ്ട്. ഇതിപ്പോൾ ഉപ്പ് പെറുക്കി വെച്ചിട്ട് ഏകദേശം ഒരു 10-20 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എയർ ഫ്രയറിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ നിലക്കടല എയർ ഫ്രയറിൽ ഇട്ടിട്ട് ഒന്നിങ്ങനെ പരത്തി കൊടുക്കാം. എന്നതിന് ശേഷം 160 ഡിഗ്രിയിൽ ഒരു 5 മിനിറ്റ് നമുക്ക് ടൈം സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം. അപ്പം നമുക്കൊരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. 5 മിനിറ്റ് കഴിയുമ്പോൾ ഇതിന്ന് ഒരു അലാം കേൾക്കാം. അപ്പോൾ ഇത് നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ ഇത് 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതൊന്ന് തുറന്ന് നോക്കി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ആയിട്ടില്ല. ഇനിയും ഞാൻ 160 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ നിലക്കടല നല്ല പോലെ ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ 160ൽ 15 മിനിറ്റാണ് വെച്ച് കൊടുത്തത്. എത്ര പെട്ടെന്ന് കഴിഞ്ഞു. പ്രത്യേകിച്ച് വലിയ എഫേർട്ടൊന്നും ഇല്ലാതെ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നിലക്കടല കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ എയർ ഫ്രയറിൽ നിലക്കടല ഉണ്ടാക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇതിപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ട് അപ്പം തന്നെ കടല ഇതിന്ന് എടുത്ത് മാറ്റണമെന്നില്ല. കുറച്ച് നേരം ആ ചൂട് തന്നെ കിടന്നോട്ടെ. നമ്മൾ ചീനച്ചട്ടിയിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെയ്യാറില്ലേ, അതുപോലെ തന്നെ കുറച്ച് നേരം ആ ചൂട്ടിൽ കിടന്നിട്ട് പിന്നെ എടുത്ത് മാറ്റിയാൽ മതി. ഇനി നമുക്ക് എയർ ഫ്രയറിൽ തന്നെ ഫ്രഞ്ച് ഫ്രൈസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മൾ ഓയിലിൽ പൊരിച്ച് ഫ്രഞ്ച് ഫ്രൈസ് കഴിക്കുന്നതിനേക്കാളും നല്ലത് ഇതുപോലെ ഉണ്ടാക്കി കഴിക്കുന്നതാണ്. നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്ന ഫ്രഞ്ച് ഫ്രൈസ് ഇല്ലേ, അതിൻ്റെ അതേ ടേസ്റ്റാണ് ഈ ഫ്രഞ്ച് ഫ്രൈസിനും ഉള്ളത്. ഇവിടെ എല്ലാവർക്കും ഫ്രഞ്ച് ഫ്രൈസ് നല്ല ഇഷ്ടമായതുകൊണ്ട് തന്നെ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാറ്. ഓയിലിൽ ഫ്രൈ ചെയ്യാറേ ഇല്ല. ഇതിപ്പോൾ ബ്രില്ലർ എന്നുള്ള കമ്പനിയുടെ ഫ്രഞ്ച് ഫ്രൈസ് ആണ്. എനിക്ക് ഫ്രഞ്ച് ഫ്രൈസിൽ ഏറ്റവും കൂടുതൽ ടേസ്റ്റി ആയിട്ട് തോന്നിയത് ഈ കമ്പനീൻ്റെതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എപ്പോഴും ഈ കമ്പനീൻ്റെ ഫ്രഞ്ച് ഫ്രൈസ് തന്നെയാണ് വാങ്ങിക്കാറ്. അപ്പോൾ ഇത് ഫ്രഞ്ച് ഫ്രൈസ് നമ്മൾ എയർ ഫ്രയറിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഇതിൻ്റെ മുകളിൽ തന്നെ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ടൈം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു 180 ഡിഗ്രിയിൽ 30 മിനിറ്റ് ടൈം സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ 30 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 30 മിനിറ്റ് കഴിയുമ്പോൾ ഇതിന്ന് ഒരു അലാം കേൾക്കാം. അപ്പോൾ നമ്മൾ തുറന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഇതാ അലാം അടിച്ചിട്ടുണ്ട്. 30 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഈ ഫ്രഞ്ച് ഫ്രൈസ് എത്ര നല്ലോണം വന്നിട്ടുണ്ടെന്ന്. നല്ല ക്രിസ്പിയാണ്, നല്ല ടേസ്റ്റും ഉണ്ട്. ഇത് കാണുമ്പോൾ മാത്രമല്ല നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നത് പോലെ, ഇത് കഴിക്കാനും കടയിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റാണ്. പിന്നെ ഇതിലേക്ക് ഉപ്പൊന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ലേനും. ഇപ്പോൾ കുക്കായതിന് ശേഷമാണ് ഉപ്പ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും മസാലകളോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ എപ്പോഴും വീട്ടിലുണ്ടാക്കി കഴിക്കണമെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ നമ്മൾ കടയിൽ നിന്ന് വാങ്ങി കഴിക്കുന്നതിനേക്കാളും ഒരുപാട് നല്ലതാണ് വല്ലപ്പോഴും നമ്മൾ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കി കഴിക്കുന്നത്. നമ്മൾ ഓയിലിട്ട് ഫ്രൈ ചെയ്ത് കഴിക്കുന്നതിനേക്കാളും ഒരുപാട് ഹെൽത്തിയുമാണ്, നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. ഈ 2 സ്നാക്സും ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും.